ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് വീക്കം പോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇങ്ങനെ വീക്കം വരുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് അത് ക്യാൻസർ ആണോ. ശരിക്കും അതെങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? പ്രോസ്റ്റേറ്റിന് നമുക്ക് 2 തരം വീക്കം ഉണ്ടാവും. ഒന്ന് ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ BPH എന്ന് പറയും. അത് നോൺ ക്യാൻസറസ് ആണ്, ക്യാൻസർ അല്ല. ഇതിൽ നമുക്ക് നോൺ ക്യാൻസറസ് എന്ന് പറയുന്ന BPH-നാണ് നമുക്ക് യൂഷ്വലി ഈ യൂറിനറി സിംറ്റംസ് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പല സോൺസ് എന്ന് പറയും, പല ലെയേഴ്സ് പോലെയാണ്. നമ്മളിപ്പോൾ ഒരു ഓണിയൻ്റെ ലെയേഴ്സ് എടുക്കുമല്ലോ, അപ്പം അല്ലെ സവാള മുരിയുമ്പം ലെയേഴ്സ് ഉണ്ടാവില്ല, അതിൽ ഉള്ളിലത്തെ ലെയേഴ്സിലാണ് ഈ BPH-ന്റെ കൂടുതലും കാണുന്നത്. അപ്പോൾ അത് നമ്മളുടെ മൂത്രനാളിയുടെ അടുത്തായിട്ട് ആ മൂത്രനാളി സ്ക്വീസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ യൂറിനറി ഇഷ്യൂസ് വരുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ യൂഷ്വലി ആ ഔട്ടർ ലെയേഴ്സിലാണ് ഉണ്ടാവുന്നത്. അതിന് യൂഷ്വലി ഇങ്ങനത്തെ യൂറിനറി സിംറ്റംസ് ഉണ്ടാവാറില്ല. അതിന് നമുക്ക് കൂടുതൽ സംശയം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ചെക്കപ്പിനൊക്കെ ചെയ്യുമ്പോൾ യൂഷ്വലി 50 വയസ്സ് കഴിഞ്ഞ ഒരു തവണയെങ്കിലും നമ്മൾ PSA ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. PSA എന്ന് വെച്ചാൽ നമ്മൾ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയും. അത് പ്രോസ്റ്റേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോളിക്യൂളാണ്. അപ്പോൾ നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH എന്ന് പറയുന്നതൊക്കെ പറയുന്ന പോലെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു മോളിക്യൂളാണ് ഈ PSA. അതിൻ്റെ ഒരു ആക്ടിവിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്യൂളാണ് ഈ PSA എന്ന് പറയുന്നത്. PSA കൂടിയിരിക്കുകയാണെങ്കിൽ അതിന് ഒരു കാരണം ക്യാൻസർ ആകാം. അപ്പം PSA കൂടിയിരിക്കുകയാണെങ്കിൽ നമ്മളത് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്.